ഹായ് ഗേസ്, നമുക്ക് കുറച്ച് കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുളകിട്ട് വയ്ക്കാം. ആദ്യം നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. നമ്മളിപ്പോൾ മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ചേർക്കാനുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ, തേങ്ങ. ഒരു ചെറിയ ബൗളിനാണ് തേങ്ങ, ഒരുപാട് വേണ്ട. പുളി, മാങ്ങ, കറിവേപ്പില, മുളക്. മാങ്ങ ഇത് വെള്ളരി മാങ്ങയാണ്, പുളിപ്പില്ലാത്ത മാങ്ങയാണ്. അതുകൊണ്ട് കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയും മല്ലിയും മുളകും വറുത്താണിന്ന് ചേർക്കുന്നത്. അപ്പോൾ വറുക്കാൻ വേണ്ടി കുറച്ച് എണ്ണയും. അപ്പോൾ നമുക്ക് ഇതിനോട്ടുള്ള കൂട്ട് റെഡിയാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് എണ്ണ വീഴ്ത്തുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് തീ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മല്ലിയും മുളകും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഉലുവ 1 ടീസ്പൂൺ ഉലുവ ചേർത്തു. അതൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുന്ന മീൻ കറി. ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് മൂത്ത് പോകണ്ട, കുറച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ മതി കേട്ടോ. ഒരുപാട് ചെയ്യണ്ട, അപ്പോൾ വറുത്തരയ്ക്കും പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട, കുറച്ചൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഈ രൂപത്തിലാക്കി എടുക്കുക. നമുക്കിതിനെ അരച്ചെടുക്കാം. ഇതിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അവസാനം ഇതിൽ കൂടെ തന്നെ പുളി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കപ്പോൾ മീന് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളക്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ ചേർത്തു. നല്ലതുപോലെ ഇളക്കി വച്ച് കൊടുത്തു. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം.